നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാവിലെയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസമായിരിക്കട്ടെ, സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇന്നത്തെ വാർത്തകളിലേക്കൊക്കെ വന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ നമുക്കിനി അറിയേണ്ടതുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്കൊക്കെ പോകണം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്ന് നോക്കാം. ബീഹാറിൽ ഇന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. വിധി എഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. മത്സരരംഗത്ത് തേജസ്വി യാദവ് ഉൾപ്പെടെ പ്രമുഖർ. വോട്ടിംഗ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്ന്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നീക്കം. ഹരിയാനയിൽ പ്രതിഷേധ പരിപാടികൾക്ക് ഇന്നു തുടക്കം. വർക്കലയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി RPF. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ സ്റ്റേഷനിലും പരിസരങ്ങളിലും വിശദ പരിശോധന. മദ്യപിച്ചെത്തുന്നവർക്കെതിരെ കർശന നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കൂടുതൽ അന്വേഷണത്തിന് SIT. ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളിയാണോ എന്നും പരിശോധന. ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത US സുപ്രീം കോടതി. മറ്റു രാജ്യങ്ങൾക്കുമേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്ന് കോടതി. രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്ന് ട്രംപിന്റെ വാദം. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20 ഇന്ന്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമും ഒപ്പത്തിനൊപ്പം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇന്റർ മിലാനും ജയം. ബാഴ്സലോണയ്ക്ക് സമനില. വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ 121 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ വീറും വാശിയും പ്രകടമാക്കിക്കൊണ്ടാണ് ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം സമാപിച്ചത്. 1314 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ മത്സരക്കളത്തിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ NDAയിൽ നിന്ന് 57 സീറ്റുകളിൽ മത്സരിക്കുന്ന JDUവിന് ഫലമേറെ നിർണായകമാണ്. ഈ 57 സീറ്റിൽ 23 2020 JDU വിജയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ബീഹാർ വോട്ടെടുപ്പിലേക്ക് പോകുന്നു. കാരണം വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യമായ 1 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് ബീഹാറിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 6-ാം തീയതിയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇന്ന് 6-ാം തീയതിയാകുമ്പോൾ, നവംബർ 6-ാം തീയതി ആകുമ്പോൾ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതാണ്ട് പകുതി മണ്ഡലങ്ങൾ ഇന്ന് വിധി എഴുതുന്നു. അതായത് 243 അംഗ നിയമസഭയാണ് ബീഹാറിൽ. അതിൽ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും 2 മുന്നണികൾക്കും, മഹാസഖ്യത്തിനും NDAയ്ക്കും ഒരുപോലെ നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 20 വർഷം 2005 മുതൽ ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറാണ്. 2 മുന്നണികളുടെയും ഭാഗമായിട്ടുണ്ട് അദ്ദേഹം. എങ്കിൽ പോലും ചെറിയൊരു കാലയളവിൽ RJDക്കൊപ്പം ചേർന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം കാലവും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നത് NDAയുടെ കൂടെ തന്നെയാണ്. ഏതായാലും NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ അദ്ദേഹം നയിക്കുന്ന മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം. മറുവശത്ത് RJD വലിയൊരു തിരിച്ചുവരവിന് ശ്രമം നടത്തുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ പാർട്ടി RJDയാണ്. ബീഹാറിൽ താഴെത്തട്ടിൽ പാർട്ടിക്ക് വലിയ സംഘടനാ അടിത്തറയൊക്കെ ഉണ്ട്. ഇത്തവണ പല വിഷയങ്ങൾ അവർ പ്രചാരണത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്നു. ഒപ്പം ഏതെങ്കിലും തരത്തിൽ NDAയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. JDU, TDP തുടങ്ങിയ കക്ഷികളുടെ പിന്തുണയുണ്ട്. അതിൽ തന്നെ ബീഹാറിലെ ജയം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന് നിർണായകമാണ്. നമുക്ക് മാജിക് വാളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ മാജിക് വാളിൽ കാണാം കഴിഞ്ഞ തവണത്തെ സീറ്റ് നില. പ്രത്യേകിച്ച് 243 അംഗ നിയമസഭയാണ്
ബീഹാറിലേത്. അതിൽ തന്നെ NDAക്ക് 125 സീറ്റാണ് കഴിഞ്ഞ തവണ NDA നേടിയത്. മഹാഗഡ്ബന്ധൻ 110 സീറ്റ് നേടി, മറ്റുള്ളവർ 7, LJP 1. ഇതിൽ തന്നെ LJP ഇത്തവണ NDAക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ചിരാഗ് പാസ്വാൻ മുന്നണി വിടുന്നതും JDUവിനെതിരെ തെരഞ്ഞു പിടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തത്. അതിൻ്റെ തിരിച്ചടി JDUവിനുണ്ടായി. കാരണം ചരിത്രത്തിൽ ആദ്യമായി JDU BJPയേക്കാൾ കുറവ് സീറ്റിലേക്ക് പോവുകയാണ്. BJP 74 സീറ്റിൽ വിജയിക്കുമ്പോൾ JDUവിന് അങ്ങനെയല്ല സംഭവിച്ചത്. 43 സീറ്റിലേക്ക് അവർ ഒതുങ്ങുകയും ചെയ്തു. NDAയിലെ തന്നെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് NDA കഴിഞ്ഞ തവണ നേടിയ വോട്ട് ശതമാനം. ഏതാണ്ട് 37% വോട്ടുകൾ നേടി. മഹാഗഡ്ബന്ധനിലേക്ക് വരികയാണെങ്കിൽ അവരും 37% വോട്ട് അവർക്കും സ്വന്തമായി, മറ്റുള്ളവർ 19% വോട്ടുകൾ സ്വന്തമാക്കുകയും ചെയ്തു. ഇനി മുന്നണികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ LJPയുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ RLSP ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയാണ്. അദ്ദേഹവും കഴിഞ്ഞവണ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ചെറു പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളെയൊക്കെ ഒപ്പം നിർത്താൻ രണ്ട് മുന്നണികളും ശ്രമിച്ചത്. LJPക്ക് പുറമെ ഇത്തവണ RLNനും 6 സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ കഴിഞ്ഞ തവണത്തിൽ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം. RJD 75 സീറ്റ്, കോൺഗ്രസ് 19 സീറ്റ്, CPML 11 സീറ്റ്, CPM 2 സീറ്റാണ് CPM വിജയിച്ചത്. ഇതിൽ 3 കാണിച്ചിട്ടുള്ളത്. CPI 2 സീറ്റ്. ഇതാണ് കണക്ക്. അതിൽ തന്നെ കഴിഞ്ഞ തവണ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ അവർ ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ സീറ്റ് നിർണയത്തിൽ പിണങ്ങിപ്പോവുകയും പിന്നീട് NDAയ്ക്കൊപ്പം ചേർന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഈ 15 സീറ്റിന് മഹാഗഡ്ബന്ധന് അധികാരം നഷ്ടമാകുമ്പോൾ VIP പിടിച്ച 4 സീറ്റുകൾ വലിയ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ സമവാക്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരമാവധി പാർട്ടികളെയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ട് മുന്നണികളും സീറ്റ് അനുവദിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും 12 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നേർക്കുനേർ പോരാടുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും പല പ്രമുഖ നേതാക്കളും ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് അദ്ദേഹം രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് 3ാം തവണയും മത്സരിക്കുകയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മഹുവ മണ്ഡലം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് മത്സരിക്കുന്നു. തേജ് പ്രതാപ് 2015 അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് ലാലു അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നെന്ന് പ്രത്യേകതയുണ്ട്. BJPയിലേക്ക് വരുമ്പോൾ, JDUവിലേക്ക് വരുമ്പോൾ NDAയിൽ നിന്ന് 16 മന്ത്രിമാർ ജനവിധി തേടുന്നുണ്ട്. 2 ഉപമുഖ്യമന്ത്രിമാർ, സാമ്രാജ് ചൗധരി അടക്കം 2 ഉപമുഖ്യമന്ത്രിമാർ ഈ ഘട്ടത്തിലാണ് അവരുടെ മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിലാണ് പോളിംഗിലേക്ക് പോകുന്നത്. അങ്ങനെ വലിയ വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ പല വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ് എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് വികസന നായകൻ സുശാസൻ ബാബു എന്നാണ് പൊതുവെ നിതീഷിനെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണയും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ 10,000 രൂപ അക്കൗണ്ടിലെത്തുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. നേരത്തെ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടതാണ് സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് അക്കൗണ്ടിൽ പണമെത്തുന്ന പദ്ധതി. അത് വലിയ രീതിയിൽ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ BJPയുടെ വിജയത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ സംഭവിക്കുമോ ബീഹാറിൽ? അതല്ല, തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും ഈ ഘട്ടം, അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന 1ാം ഘട്ടം ഏറെ നിർണായകമാണ്. അത് പറയാൻ കാരണം JDU വലിയ തിരിച്ചടി 57 സീറ്റിൽ മത്സരിക്കുന്നെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ തന്നെ 23 സീറ്റ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം LJP കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടാക്കിയ ക്ഷീണമാണ് എതിരെ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട്. പ്രത്യേകിച്ച് പട്ന അടക്കം തലസ്ഥാന ജില്ലയിലടക്കം വലിയ പിന്നോട്ടുപോക്ക് JDUവിന് NDA സഖ്യത്തിനുണ്ടായി. അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഏതായാലും ബീഹാറിൽ 1ാം ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. രാകേഷ്, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. അത് ഈ ബീഹാറിലും ആവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചത്. അത് ഇന്നലെ വരെ നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമായിരിക്കില്ല ഇന്നത്തെ ബീഹാറിലേത് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. വോട്ടുകൊള്ള വലിയ ചർച്ചയായിരുന്നു ബീഹാറിൽ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അത്രമേൽ സജീവമായി ഇടപെടാറില്ല. പക്ഷേ ബീഹാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം കർണാടകത്തിൽ ആണ് ആദ്യം രാഹുൽ ഗാന്ധി, കർണാടകയിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണം ഔദ്യോഗികമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അക്കാര്യം സൂചിപ്പിച്ചത് ആദ്യം കർണാടകത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹം വോട്ടുകൊള്ള ഒരു വിഷയമാക്കിക്കൊണ്ട് തന്നെ യാത്ര നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. പ്രത്യേകിച്ച്
15 ജില്ലകളിലൂടെ ആ യാത്ര കടന്നുപോയി. 25 ജില്ലകളിലൂടെ ആ യാത്ര കടന്നുപോയി. ഏതാണ്ട് 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഈ വോട്ടുകളുടെ വലിയ ചർച്ചയാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ അതൊക്കെ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായും രാഹുൽ ഗാന്ധിക്കും ഏറെ നിർണായകമാണ്, കോൺഗ്രസിനും ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഭരണം ലഭിച്ചില്ല. ഹരിയാന ഉറപ്പിച്ചിരുന്നതാണ്, അവിടെയും തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇപ്പോൾ ബീഹാർ നടക്കുമ്പോൾ അനുകൂല സാഹചര്യമുണ്ട് എന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ തന്നെ പറയുമ്പോൾ അവിടെ അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ ഇന്ത്യ സഖ്യം മഹാസഖ്യം അധികാരത്തിൽ വരാതെ പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ, രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ മോശം പ്രകടനമായിരുന്നു. 70 സീറ്റിൽ മത്സരിച്ച് അവർ 19 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? പ്രത്യേകിച്ച് ഇത്തവണയൊക്കെ സീറ്റ് നിർണ്ണയത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. പലയിടങ്ങളിലും കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം, ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹരിയാനയിലെ വോട്ട് കൊള്ള ആരോപണമായിരുന്നു. ഇന്നലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട്. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയേക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് വിശദമായ മറുപടി നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം വോട്ട് കൊള്ള ആരോപണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് നീക്കം. ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇന്നലെയായിരുന്നു രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത്. ഏകദേശം 24 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നത്. 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവർക്ക് വീടില്ലാത്തതല്ല 0 എന്ന് രേഖപ്പെടുത്താൻ കാരണം എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളൊക്കെ പൊളിക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ ആരോപണത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, 24 ലക്ഷത്തോളം വോട്ടുകൾ അട്ടിമറിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രസീലിയൻ മോഡലിന്റെ പോലും ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു അട്ടിമറി. 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവർ വീടില്ലാത്തവരാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ വാദം. അതൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. അതിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. ഏത് രീതിയിലായിരിക്കും മറുപടി? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പല സർവേകളിലും ഇത്തരത്തിൽ കോൺഗ്രസിന് മുൻതൂക്കം നൽകിയ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ BJP വലിയ രീതിയിലുള്ള വിജയം നേടിയെടുത്തത് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ്. സർക്കാർ ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ തട്ടിപ്പിലൂടെയാണ് ഇങ്ങനെ വോട്ട് ചോരിയിലൂടെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ചില തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളുടെ പേരിൽ ഒരു ഫോട്ടോയിൽ വെച്ച് 22ഓളം വോട്ട് രേഖപ്പെടുത്തുന്നു. ആ പല പേരുകൾ, അതായത് സരസ്വതി, സ്വീറ്റി എന്ന രീതിയിലൊക്കെ ഉള്ള പേരുകളിൽ ഒരേ ഫോട്ടോ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള അടക്കമുള്ള ചിത്രങ്ങളടക്കം അതിൻ്റെ ഡേറ്റകളടക്കം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതിൽ സ്വീറ്റി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. താൻ തന്നെയാണ് തൻ്റെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ ഫോട്ടോ മാറിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ അവിടുത്തെ BLOയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ കണ്ടറിയാൻ സാധിക്കൂ. എന്തായാലും നേരത്തെ ഈ വോട്ട് ചോരിയുമായിട്ടുള്ള ആരോപണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് തന്നെ ഈ മഹാരാഷ്ട്രയിലെയും ഒപ്പം തന്നെ ഹരിയാനയിലെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം ഒരു ബോംബ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം, അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഇന്ന് നടക്കുന്നതിന് തൊട്ടു മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം, അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുപടി നൽകിയേക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ മുൻകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളിൽ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ വോട്ടർ
പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള മറുപടി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നേക്കാം. പക്ഷേ ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം എങ്ങനെ ഈ രീതിയിൽ വോട്ട് ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്, വോട്ട് ചോരി ആരോപിക്കാൻ എങ്ങനെ സാധിക്കും എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ബി.ജെ.പിയും കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണമായി രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത്. അത് ബീഹാറിൽ വലിയ രീതിയിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെടുമെന്നുള്ള ഭീതി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. അത് തീർച്ചയായും അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി മാത്രമേ കണക്കാക്കാനാകൂ എന്ന രീതിയിലുള്ള ചില പ്രതികരണമാണ് ബി.ജെ.പി ക്യാമ്പിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അദ്ദേഹം കൃത്യമായ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വോട്ടുകൊള്ള നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിൽ ഇതിനു മുമ്പ് ആരോപിച്ച വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയവുമൊക്കെ നിയമപരമായി എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എങ്ങനെ ചർച്ചയാകും, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഈ വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുമോ എന്നൊക്കെ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിൽ രാജ്യമൊട്ടാകെ വലിയ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഹരിയാനയിൽ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇന്ന് ഹരിയാനയിലുടനീളം വലിയ പ്രതിഷേധത്തിന് അരങ്ങൊരുക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകിയേക്കും എന്നുള്ള സൂചനയാണ്. എപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആരോപണം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം, അതിൽ കൃത്യമായ മറുപടി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. ഇതിന് അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിലെ വിശ്വാസ്യത ഉറപ്പാക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അതേ സാഹചര്യത്തിൽ തന്നെ രാഹുലിന്റെ ഈ ആരോപണങ്ങളോടൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്ന ചില മറു ചോദ്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് കണ്ടിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ പരാതിപ്പെടാതിരുന്നത്? ഇരട്ട വോട്ടർമാരെല്ലാം ബി.ജെ.പിക്കാണ് വോട്ട് ചെയ്തതെന്ന് എന്താണ് ഉറപ്പെന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് രാഹുലിനോട്. തീർച്ചയായും സ്വാഭാവികമായും അങ്ങനെയുള്ള മറുപടി തന്നെയാണ് ഇതിനു മുമ്പ് ആരോപണം ഉന്നയിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിക്കൊണ്ടുവന്ന ചില മറുചോദ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതിന് കൃത്യമായ മറുപടി കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വോട്ടറുടെ പേരിൽ പലയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ കൃത്യമായ രീതിയിൽ അത് പരിശോധിച്ചു. ഒരു തവണ മാത്രമല്ല പലതവണ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ രേഖകളൊക്കെ ആ സമയത്ത് ലഭ്യമല്ല എന്നുള്ളതാണ്. മുൻപ് ഈ വോട്ട് ചോരി ആരോപണം ഉയർത്തിയപ്പോഴും ഈ രേഖകൾ, അതിൻ്റെ ഡേറ്റകൾ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ, അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയില്ല. അതിന് പകരം ഹാർഡ് കോപ്പിയാണ് കൈമാറുകയും ചെയ്തത്. അത് കണ്ടെത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തതിന് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു. അതാണ് ഇത്രയും കാലതാമസം ഉണ്ടായതെന്നായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ഒരു വിശദീകരണം. അതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും വലിയ രീതിയിൽ ഒരു കൂടുതൽ കെട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അത് ഓരോന്നും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏകദേശം 25 ലക്ഷത്തിലധികം വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആകെ 2 കോടിയോളം ജനങ്ങൾ മാത്രമാണ് ഈ വോട്ടർ പട്ടികയിലുള്ളത്. അതിൽ 22,000 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ കോൺഗ്രസ് പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ മറ്റ് സർവേ ഫലങ്ങളാകട്ടെ, അല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസ് അവിടെ തിരിച്ചു വരും, ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയൊരു പരാജയം ഹരിയാനയിൽ നേരിടേണ്ടി വരികയും ചെയ്തു. ഒപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി നയബ് സൈനിയുടെ 2 ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില പ്രതികരണങ്ങളോടുകൂടി അദ്ദേഹം എടുത്തു കാണിക്കപ്പെടുകയും ചെയ്തു. അതിൽ ചിരിച്ചുകൊണ്ട് അതിന് ഞങ്ങൾക്ക് മറ്റൊരു വ്യവസ്ഥയുണ്ട് എന്നടക്കമുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തു. അതൊക്കെ ഈ സെൻട്രലൈസ്ഡ് ഓപ്പറേഷന്റെ ഭാഗമാണ്. അതിൽ പ്രധാനമന്ത്രി, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന ഫലമായിട്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വോട്ട് കൊള്ള ഹരിയാനയിൽ നടന്നത്. അതിൻ്റെ ഫലമായാണ് പലയിടത്തും കോൺഗ്രസിന് തോൽവി വാങ്ങേണ്ടി വന്നത്. അതായത് 400 മുതൽ 5000 വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പലയിടത്തും ബി.ജെ.പി സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. അത് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ വോട്ട് കൊള്ളയിൽ ഇത്രയും അധികം ആളുകളെ ഉൾപ്പെടുത്തുന്നു. പല ആളുകളെയും, അതായത് അർഹരായ വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. പകരം മറ്റുള്ളിടത്തു നിന്നുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നു എന്നടക്കമുള്ള കൃത്യമായ രേഖകൾ, അതിൻ്റെ ഡേറ്റ അടക്കം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്ത് കാര്യങ്ങളായിരിക്കാം ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഉയർത്താൻ പോകുന്ന, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇതൊക്കെ കണ്ടുപിടിച്ചില്ല എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ബീഹാർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറുമോ അതോ ഭരണപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം സംഭവിക്കാൻ ഈ വിഷയങ്ങൾ ഇടയാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരി, എം ജി മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഉയർന്നു കേട്ട മറ്റൊരു പേരായിരുന്നു ഒരു ബ്രസീലിയൻ മോഡലിൻ്റേത്. ആരാണ് ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ബ്രസീലിയൻ മോഡൽ എന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ സംശയമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ പല പേരുകളിലായി 22 ഇടത്താണ് ഈ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ബ്രസീലിയൻ മോഡൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റിയത്? ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിരവധിയാണ്. ഇതിനെപ്പറ്റി നമുക്കൊരു വിശദീകരണം കേൾക്കാം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത് വൻ വോട്ട് കൊള്ള എന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണം. സംസ്ഥാനത്ത് 25 ലക്ഷം വോട്ട് തിരിമറി നടന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾക്ക് 10 ബൂത്തുകളിലായി 22 വോട്ടുകളുണ്ടെന്നും വോട്ടർ പട്ടിക തെളിവായി രാഹുൽ ചൂണ്ടിക്കാട്ടി. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രചരണം ലഭിച്ച വോട്ട് ചോരിക്ക് ശേഷമുള്ള കോൺഗ്രസിന്റെ എച്ച് ബോംബാണിത്. ഇതിൽ രാഹുൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം എടുത്തു പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോ അദ്ദേഹം ആദ്യം തനിക്ക് മുന്നിലുള്ള സ്ക്രീനിൽ കാണിച്ചു. എന്നിട്ട് മാധ്യമങ്ങളോട് ചോദിച്ചു, ഇത് ആരാണെന്ന് പറയാനാകുമോ എന്ന്. സാധാരണ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളിൽ കാണുന്ന പോലെ ഒരു ഫോട്ടോ ആയിരുന്നില്ല അത്. എന്നാൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാളാണിതെന്ന് രാഹുൽ വ്യക്തമാക്കി. തെളിവായി ചില തിരിച്ചറിയൽ കാർഡുകളും അദ്ദേഹം കാണിച്ചു. 1ഉം 2ഉമല്ല, 22 എണ്ണം. 10 ബൂത്തുകളിലായി 22 തവണയാണ് ഇവർ വോട്ട് ചെയ്തതെന്നാണ് രാഹുലിന്റെ വാദം. അദ്ദേഹം ബിഗ് സ്ക്രീനിൽ കാണിച്ച ഈ ചിത്രം പതിപ്പിച്ച വോട്ടർ ഐ ഡികളിൽ സീമ, സ്വീറ്റി, സരസ്വതി, ലക്ഷ്മി, വിമല എന്നിങ്ങനെ നിരവധി പേരുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല പേരുകളിൽ പല ബൂത്തിൽ പലതവണ വോട്ട്. ഞെട്ടണ്ട, ഇതൊന്നും വെറും ആരോപണങ്ങൾ മാത്രമല്ല. ഹരിയാനയുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത്. She votes 22 times in Haryana and she votes in 10 different booths in Haryana. She's got multiple names: Seema, Sweetie, Saraswati, Rashmi. That somebody fed this lady into the electoral list at a centralized level, not at the booth level. എന്നാൽ പല പേരുകളിൽ വോട്ട് ചെയ്ത ഈ സ്ത്രീ ആരാണ്? രാഹുൽ ഗാന്ധി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശരിക്കും ഇന്റർനെറ്റിൽ ലഭ്യമായ ഒരു സ്റ്റോക്ക് ഇമേജാണ് രാഹുൽ ഗാന്ധി കാണിച്ച യുവതിയുടെ ചിത്രം. unsplash.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് വഴി ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഏതൊരു ചിത്രം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ മാത്യൂസ് ഫെറേറോ എന്ന അക്കൗണ്ടിലാണ് ഈ വിവാദ യുവതിയുടെ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വിമൺ വെയറിംഗ് ബ്ലൂ ഡെനിം ജാക്കറ്റ് എന്നാണ് ചിത്രത്തിന്റെ ക്യാപ്ഷൻ. 2017 മാർച്ച് 2-ാം തീയതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. unsplash.com വഴി ഈ ചിത്രം ഇതിനോടകം തന്നെ 4,21,224 പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 5 കോടിയിലധികം പേരാണ് ഈ ചിത്രം കണ്ടിട്ടുള്ളത്. ഇതൊരു ബ്രസീൽ മോഡലിന്റെ ചിത്രമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. She's a Brazilian model. That's a stock photograph and she's one of 25 lakh such records. This is proof of a centralized operation. I'm going to show you. If you just scan that, that's her official page. ഈ ബ്രസീൽ മോഡലിന്റെ അക്കൗണ്ട് ലിങ്ക് എന്ന പേരിൽ ഒരു QR കോഡും രാഹുൽ പങ്കുവച്ചിരുന്നു. എന്നാൽ അത് ആ മോഡലിന്റെ അക്കൗണ്ട് ലിങ്ക് അല്ല. unsplash.comൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിന്റെ ലിങ്കാണ്. എന്നാൽ ഇത് ഒരു യുവതിയുടെ അക്കൗണ്ടുമല്ല. മാത്യൂസ് ഫെറേറോ എന്ന പുരുഷ ഫോട്ടോഗ്രാഫറിൻ്റെതാണ്. ഇതിനോടകം അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റ് ചിത്രങ്ങളും ഈ അക്കൗണ്ടിൽ കാണാം. എന്തിന്, ഇതേ യുവതിയുടെ തന്നെ മറ്റൊരു പോസിലുള്ള ചിത്രവും ഇവിടെ കാണാൻ പറ്റും.
എന്നാൽ ഇത് ബ്രസീലിയൻ മോഡലിൻ്റെതാണെന്ന യാതൊരു വിവരവും ഈ അക്കൗണ്ടിൽ കാണാനില്ല. ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? രാഹുൽ പറഞ്ഞത് സത്യമാണെങ്കിൽ മോർഫ് ചെയ്ത് ഫോട്ടോകൾ വെട്ടിയൊട്ടിച്ച് മീം ചെയ്യുന്ന ഒരു സൈബർ തൊഴിലാളിയുടെ നിലവാരത്തിലേക്ക് വളർന്നിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ. ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ആശങ്കയോടെ കാണേണ്ടതുമാണ്. അജയ് സുധാ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനം വൈകാതെ സുപ്രീം കോടതിയെ സമീപിക്കും. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് സർക്കാർ നീക്കം. SIR നടപടികളുമായി കമ്മീഷൻ മുന്നോട്ടു പോകുമ്പോൾ തമിഴ്നാടിന്റെയും പശ്ചിമബംഗാളിന്റെയും മാതൃകയിൽ നിയമ പോരാട്ടം വേണമെന്നായിരുന്നു BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാനുള്ള നടപടികളും സർക്കാർ തുടങ്ങി. സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോകുന്നതിന് പുറമെ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കേസിൽ കക്ഷി ചേരും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേന്ദ്രീകരിച്ചും SIT-യുടെ പരിശോധന തുടരുകയാണ്. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം തുടരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി കൂടുതൽ അന്വേഷണത്തിന് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം SIT റാന്നി കോടതിയിൽ അറിയിക്കും. സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളിയാണോ എന്നും പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂർ ആണോ? ആരാണ് ഇന്നലെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞ ഈ സുഭാഷ് കപൂർ? ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിപുരാതന വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്തിയ കുപ്രസിദ്ധ വിഗ്രഹ കടത്തുകാരനാണ് സുഭാഷ് കപൂർ. വിവിധ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന വൻ കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപനാണിയാൾ. തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുന്ന US പൗരത്വമുള്ള ഇന്ത്യൻ വംശജനെ കുറിച്ചാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശിച്ചത്. ശബരിമല സ്വർണ്ണമോഷണത്തിന് രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത് വെറുതെയല്ല. അമ്പരപ്പിക്കുന്നതായിരുന്നു സുഭാഷ് കപൂർ സംഘത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി. ഉത്തരേന്ത്യയിൽ ജനിച്ച സുഭാഷ് കപൂർ പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജപ്പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്തുൾപ്പെടെ 800 കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ. 1970-കളിലാണ് സുഭാഷ് കപൂർ വിഗ്രഹമോഷണം തുടങ്ങുന്നതെന്നാണ് രേഖകൾ. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രതിമകളും ശിലയിൽ തീർത്ത വിഗ്രഹങ്ങളും ഇയാൾ മോഷ്ടിച്ചു കടത്തി. പലതും അമൂല്യമായവ. കൃത്രിമ രേഖകൾ ചമച്ചാണ് ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത്. ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 2011 ഒക്ടോബർ 30-ന് ജർമ്മനിയിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് സുഭാഷ് കപൂറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 2012 ജൂലൈ 13-ന് ഇന്ത്യയിലെത്തിച്ച് വിഗ്രഹക്കടത്ത് കേസുകൾ അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സംഘത്തിന് കൈമാറി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി സെൻട്രൽ ജയിലിലാണ് ഈ 75-കാരൻ. ഉടയാർ പാളയത്ത് നിന്ന് 94 കോടി രൂപ വിലമതിക്കുന്ന 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച കേസിൽ കുംഭകോണത്തെ പ്രത്യേക കോടതി ഇയാളെയും മറ്റ് 5 പ്രതികളെയും 10 വർഷം കണ്ണുതടവിന് ശിക്ഷിച്ചിരുന്നു. സുഭാഷ് കപൂറിന് പുറമെ കൂട്ടാളികളായ സഞ്ജീവി അശോകൻ, മാരിസ്വാമി, ഭാഗ്യകുമാർ, ശ്രീറാം എന്ന ഉലഗു, പാർത്ഥിപൻ എന്നിവർക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. തടവിനൊപ്പം 7000 രൂപ പിഴശിക്ഷയും സുഭാഷ് കപൂറിന് കോടതി വിധിച്ചിരുന്നു. ജയിലിൽ കഴിഞ്ഞ കാലാവധി കണക്കാക്കുമ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും പിഴയടയ്ക്കാതെ ഇയാൾ ജയിൽവാസം തുടരുകയാണ്. കോടീശ്വരനായ കപൂർ വെറും 7000 രൂപ അടയ്ക്കാത്തത് വെറുതെയല്ല. പുറത്തിറങ്ങിയാൽ US-ലേക്ക് നാട് കടത്തുമെന്നും അവിടെ തനിക്കെതിരായ നിരവധി വിഗ്രഹമോഷണ കേസുകളിൽ ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള ഭയം കാരണമാണ് ഇയാൾ ജയിലിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിലെ പൂജാരിക്കോ ക്ഷേത്ര ജീവനക്കാർക്കോ കൈക്കൂലി നൽകിയാണ് സുഭാഷ് കപൂറും സംഘവും വിഗ്രഹങ്ങൾ കൈക്കലാക്കിയിരുന്നത്. തുടർന്ന് ആളുകൾക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാരുടെ സഹായത്തോടെ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിൽ വ്യാജനുണ്ടാക്കി പകരം വയ്ക്കും. ക്ഷേത്ര ജീവനക്കാർ സഹകരിക്കാത്ത സ്ഥലങ്ങളിൽ വിദഗ്ധരായ മോഷ്ടാക്കളുടെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ. പുരാവസ്തുക്കൾ കാഠ്മണ്ഡുവിലേക്കും തുടർന്ന് സിംഗപ്പൂരിലേക്കും
അവിടെ നിന്ന് UK-യിലേക്കോ US-ലേക്കോ കൊണ്ടുപോകുന്നതായിരുന്നു ഇയാളുടെ രീതി. ഓസ്ട്രേലിയയിലേക്കും ഇയാൾ പുരാവസ്തുക്കൾ കടത്തിയിരുന്നു. ചരിത്രകാരന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സഹായത്തോടെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പുരാതനമായ വിഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞാണ് കപൂറും സംഘവും മോഷ്ടിച്ചിരുന്നത്. വിഗ്രഹം കടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സേവനം പോലും മോഷ്ടാക്കൾ ദുരുപയോഗം ചെയ്യുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. വ്യാജ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവ പുരാതനമല്ലെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സാക്ഷ്യപത്രം നേടിയ ശേഷം അതുപയോഗിച്ച് മോഷ്ടിച്ച യഥാർത്ഥ വിഗ്രഹങ്ങൾ തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തുന്നതായിരുന്നു രീതി. സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ US അധികൃതരുടെ കണക്കനുസരിച്ച് 1193 കോടി രൂപയുടെ 2500-ലധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 33 കോടി രൂപ വില മതിക്കുന്ന 307 പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് 2022 ഒക്ടോബറിൽ മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചു. സംഘം മോഷ്ടിച്ചു കടത്തിയ പുരാവസ്തുക്കൾ മുഴുവനും തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരും ശ്രമം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ചോള കാലഘട്ടത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. 5 തലയുള്ള പാമ്പിന് മുകളിൽ നിന്ന് ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന വിഗ്രഹമാണിത്. 2005-ൽ 5.2 കോടി രൂപയ്ക്കാണ് സുഭാഷ് കപൂർ ഈ വിഗ്രഹം വിറ്റതെന്ന് പോലീസ് പറയുന്നു. 11-12 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച വിഗ്രഹം വ്യാജരേഖകൾ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നു. ഇഷ്ടപ്പെട്ട വിഗ്രഹങ്ങൾ കണ്ടാൽ അത് ഏതു വിധേനയും അടിച്ചുമാറ്റിയിരുന്ന സുഭാഷ് കപൂറിന് സിംഗപ്പൂർക്കാരിയായ മുൻ കാമുകിയാണ് ഒടുവിൽ ജയിലിലേക്കുള്ള വഴി തുറന്നത്. ഇരുവരും പിണങ്ങിയപ്പോൾ സുഭാഷ് കപൂർ വിഗ്രഹമോഷ്ടാവാണെന്ന് വ്യക്തമാക്കി US ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതർക്ക് കാമുകി കത്തുകൾ അയക്കുകയായിരുന്നു. ഇതാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. സുഭാഷ് കപൂറിന്റെ കവർച്ചകളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമല്ല. കപൂർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 100 കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ ശേഖരങ്ങളിലും മ്യൂസിയങ്ങളിലുമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കൂടുതൽ മോഷണ കേസുകളിൽ വിചാരണ കാത്തു കഴിയുകയാണ് ഇയാൾ. സമാനതകളില്ലാത്തതാണ് സുഭാഷ് കപൂറിന്റെ മോഷണ ചരിത്രം. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുമ്പോഴും ഈ രാജ്യാന്തര കള്ളക്കടത്തുകാരനെ എഴുതി തള്ളുക വയ്യ. പ്രദീപ് സി നെടുമൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റിജി മാത്യുവിന്റെ ശിക്ഷാവിധി ഇന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ 1-ാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. 2019 മാർച്ച് 12 രാവിലെ 9:15 തിരുവല്ല നഗരമധ്യത്തിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം. പത്തനംതിട്ട അയിരൂർ കാഞ്ഞീറ്റുകര ചെരുവിൽ കിഴക്കേതിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വർക്കലയിൽ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാരിക്ക് നേരെ മദ്യലഹരിയിൽ സഹയാത്രികൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് RPF. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിലാണ് പരിശോധനയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിശോധനകൾ നടത്തും. മദ്യപിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ പോലീസ് സൂപ്രണ്ട് ഷഹൻസ് ഷാ IPS അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 19-കാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ത്യൻ റെയിൽവേയിലെ യാത്ര സുരക്ഷിതമാണോ? സമീപകാലത്തെ സംഭവവികാസങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഭൂരിഭാഗം ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാകാത്തത് എന്തുകൊണ്ടാണ്? ഈ വീഴ്ചയുടെ ഉത്തരവാദിയാണ് ആരാണ്, വീഴ്ച ആരുടെ ഭാഗത്താണ് എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെപ്പറ്റി വിശദമായൊരു റിപ്പോർട്ട് നമുക്ക് കാണാം. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ജീവനാഡിയാണ് ഇന്ത്യൻ റെയിൽവേ. ദിവസവുമുള്ള യാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഒരുപോലെ ആളുകൾ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ്. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന വിശ്വാസത്തിലാണ് ഓരോ യാത്രക്കാരനും യാത്ര പുറപ്പെടുന്നത്. എന്നാൽ സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ ഈ വിശ്വാസത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. കേരള എക്സ്പ്രസിൽ 19-കാരി ആക്രമിക്കപ്പെട്ട സംഭവം ട്രെയിൻ യാത്രയിലെ സുരക്ഷാ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്തെ പകുതിയോളം ട്രെയിനുകളിൽ പോലീസ് സാന്നിധ്യമില്ല എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. കേരളത്തിലെ ട്രെയിൻ യാത്രയിലെ സുരക്ഷാ വെല്ലുവിളികൾ, അതിനു പിന്നിലെ ഭരണപരവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ, നിലവിലുള്ള സംവിധാനങ്ങളിലെ പാളിച്ചകൾ, സാധ്യതയുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ ട്രെയിനിലും ഒരു ദിശയിലേക്ക് കുറഞ്ഞത് 2 പോലീസുകാരെ വീതം നിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ. ഇത് കേവലം ഒരു ഔദാര്യമല്ല, മറിച്ച് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനുള്ള അനിവാര്യമായ നിയമമാണ്.
എന്നാൽ സംസ്ഥാനത്തെ 200-ലധികം ട്രെയിനുകളിൽ ഈ നിയമം പാലിക്കപ്പെടുന്നില്ല. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ദൈർഘ്യമേറിയ പാതയിൽ ഒരു ട്രെയിനിൽ കുറഞ്ഞത് 4 ഷിഫ്റ്റുകളിലായി പോലീസുകാർ ആവശ്യമുണ്ട്. അതായത് ഒരു ട്രെയിൻ സുരക്ഷിതമായി ഓടിക്കാൻ ഒരു ദിവസം കുറഞ്ഞത് 8 പോലീസുകാർ വേണം. നിലവിൽ റെയിൽവേ പോലീസിലുള്ളത് ഏകദേശം 700 പോലീസുകാർ മാത്രമാണ്. ഇത് ദിവസേന കടന്നുപോകുന്ന 200-ലധികം ട്രെയിനുകളിലെ സുരക്ഷാ ആവശ്യകതകൾക്ക് തികച്ചും അപര്യാപ്തവുമാണ്. പോലീസുകാരുടെ എണ്ണത്തിലുള്ള ഈ കുറവാണ് സുരക്ഷാ ലംഘനങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ പോരായ്മ രാത്രികാലങ്ങളിലാണ് ഏറ്റവും ഗുരുതരമാകുന്നത്. കേരള എക്സ്പ്രസിലെ സംഭവം രാത്രികാല പട്രോളിംഗ് അനിവാര്യമാണെന്നതിന് അടിവരയിടുന്നു. പോലീസുകാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിലും റെയിൽവേ അത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. 2011 വള്ളത്തോൾ നഗറിൽ യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ചേർന്ന ഉന്നതതല യോഗ തീരുമാനമനുസരിച്ച് സംസ്ഥാന സർക്കാർ 200 പോലീസുകാരെ റെയിൽവേയിലേക്ക് നിയോഗിച്ചു. എന്നാൽ ഈ നിയമനം റെയിൽവേ ഇനിയും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഇവിടെയാണ് സാമ്പത്തിക തർക്കങ്ങൾ കടന്നുവരുന്നത്. റെയിൽവേയും സംസ്ഥാന പോലീസുമായുള്ള ധാരണ പ്രകാരം റെയിൽവേ പോലീസിലേക്ക് നിയോഗിക്കുന്ന പോലീസുകാരുടെ പകുതി ശമ്പളം റെയിൽവേയാണ് വഹിക്കേണ്ടത്. 200 പോലീസുകാരുടെ നിയമനം അംഗീകരിക്കാത്തതിനാൽ റെയിൽവേ ശമ്പള വിഹിതം നൽകിയിട്ടുമില്ല. മാത്രമല്ല, സുരക്ഷാ ചുമതലകൾ നിർവഹിച്ച വകയിൽ സംസ്ഥാന പോലീസിന് റെയിൽവേ 55 കോടിയോളം രൂപ കുടിശ്ശികയായും നൽകാനുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ട ഒരു സാഹചര്യത്തിൽ ഭരണപരമായ കെട്ടുപാടുകൾ കാരണം 100 കണക്കിന് ട്രെയിനുകളിൽ യാത്രക്കാർ ഭയത്തോടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. ധനകാര്യപരമായ കണക്കുകൾക്ക് അതീതമായി പൊതുസുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു ഭരണഘടനാപരമായ ബാധ്യത ഇരുപക്ഷത്തിനുമുണ്ട്. പോലീസുകാരുടെ കുറവ് മാത്രമല്ല, നിലവിലുള്ള റെയിൽവേ പോലീസ് സംവിധാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ദയനീയമാണ്. സംസ്ഥാനത്തെ 13 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ 3 എണ്ണത്തിൽ മാത്രമാണ് പോലീസുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങളുള്ളത്. ശേഷിക്കുന്നവയെല്ലാം പഴയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ്. പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥ. റെയിൽവേയുടെ ചുമതലയിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാന പോലീസിന് അവരുടെ ഫണ്ട് വിനിയോഗിക്കാനും സാധിക്കില്ല. പലപ്പോഴും ദുരിതമനുഭവിച്ചാണ് പോലീസുകാർ സേവനമനുഷ്ഠിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ നിയമിച്ചാൽ പോലും അവർക്ക് മെച്ചപ്പെട്ട പ്രവർത്തന സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയാതെ വരുന്നത് സുരക്ഷാ സംവിധാനത്തെ മൊത്തത്തിൽ ബാധിക്കും. മാറ്റത്തിന്റെ തുടക്കം അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷാ കാര്യങ്ങളിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പുതുതലമുറ കോച്ചുകളായ വന്ദേ ഭാരത് എക്സ്പ്രസിൽ നിരീക്ഷണ ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും മികച്ച സംവിധാനം ദൃശ്യങ്ങൾ തത്സമയം കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇത് തത്സമയ നിരീക്ഷണത്തിനും അടിയന്തര ഇടപെടലിനും സഹായകമാകും. എന്നാൽ ഈ സൗകര്യം വന്ദേ ഭാരതിൽ മാത്രം ഒതുങ്ങുന്നു എന്ന പരിമിതിയുമുണ്ട്. മറ്റു കോച്ചുകളിലെ ക്യാമറകളിലെ ദൃശ്യങ്ങൾ നേരിട്ട് ശേഖരിക്കേണ്ടി വരുന്നു. ഇത് സമയമെടുക്കുന്ന പ്രക്രിയയുമാണ്. കൂടാതെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. ഒരു സംഭവം നടന്ന ശേഷം ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് പ്രതിയെ പിടികൂടാൻ സഹായിച്ചേക്കാം. പക്ഷേ ആക്രമണം തടയാൻ ഈ രീതി പര്യാപ്തമല്ല. എല്ലാ ദീർഘദൂര ട്രെയിനുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും അവയെല്ലാം ഒരു കേന്ദ്രീകൃത കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഏകീകൃത സംവിധാനമാണ് നടപ്പിലാക്കേണ്ടത്. അത് അത്യാവശ്യവുമാണ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സമഗ്രമായ ഒരു പരിഷ്കരണമാണ് അനിവാര്യം. ഇതിന്റെ ആദ്യപടിയായി നിലവിലുള്ള ഭരണപരമായ തടസ്സങ്ങൾ നീങ്ങണം. അതായത് 200 പോലീസുകാരുടെ നിയമനം റെയിൽവേ ഉടൻ അംഗീകരിക്കുകയും സുരക്ഷാ ചുമതലകൾ നിർവഹിച്ച വകയിൽ സംസ്ഥാന പോലീസിന് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തീർപ്പാക്കുകയും ചെയ്യണം. ഇത് സംസ്ഥാന സർക്കാരും റെയിൽവേയും തമ്മിലുള്ള സൗഹൃദപരമായ കൂട്ടായ പ്രവർത്തനത്തിന് വഴി തുറക്കും. രണ്ടാമതായി, ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്ത അവസ്ഥ പരിഹരിക്കാനായി സുരക്ഷയ്ക്ക് ആവശ്യമുള്ള 700-ലധികം പോലീസുകാരെ ഉടൻ നിയമിക്കാൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപടിയെടുക്കണം. മൂന്നാമതായി, കേരള എക്സ്പ്രസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ പരമാവധി പോലീസുകാരെ നിയോഗിച്ച് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനുള്ള റെയിൽവേ പോലീസിന്റെ തീരുമാനം ഉടനടി എല്ലാ ട്രെയിനുകളിലും നടപ്പാക്കണം. ഇതിനോടൊപ്പം സാങ്കേതിക നവീകരണത്തിനും പ്രാധാന്യം നൽകണം. വന്ദേ ഭാരതിലുള്ളതുപോലെ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാനുള്ള കേന്ദ്രീകൃത കൺട്രോൾ റൂം സംവിധാനം മറ്റ് പ്രധാനപ്പെട്ട ട്രെയിൻ കോച്ചുകളിലും നടപ്പാക്കണം. അവസാനമായി, റെയിൽവേ പോലീസുകാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി റെയിൽവേയുടെ ഫണ്ട് ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയും പോലീസുകാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം.
ഓരോ പൗരന്റെയും സുരക്ഷ സർക്കാരുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന സുരക്ഷാ പ്രതിസന്ധി കേവലം ഒരു പോലീസ് ക്ഷാമം എന്നതിലുപരി ഭരണപരമായ നിഷ്ക്രിയത്വത്തിന്റെയും സാമ്പത്തിക തർക്കങ്ങളുടെയും പരിണിത ഫലം കൂടിയാണ്. റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ അനാവശ്യമായ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണിത്. സുരക്ഷിതമായ ട്രെയിൻ യാത്ര എന്നത് ഒരു ലക്ഷറിയല്ല, മറിച്ച് അടിസ്ഥാനപരമായ അവകാശമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ യാത്രകളെ ഭയരഹിതവും സുരക്ഷിതവുമാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണം. പാർവതി സത്യദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി രാവിലെയിലൊരു ഇടവേളയാണ്. മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇടവേളയ്ക്ക് തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത് US സുപ്രീം കോടതി. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും തന്റെ നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തുടരുകയാണല്ലോ ട്രംപ്. അനുശ്രീ, എന്തായാലും ഒരു കൂടുതൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വാദപ്രതിവാദം തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് വാദം കഴിഞ്ഞ ദിവസം തുടങ്ങുകയും ചെയ്തത്. അതിലാണ് ചില സംശയങ്ങൾ US സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അധിക തീരുവ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് അത് ന്യായമാണോ എന്നുള്ള അടക്കമുള്ള ചില ചോദ്യങ്ങൾ US സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാദം നടക്കുന്നതിനിടയിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം അത് ആ ഒരു സാധ്യത തള്ളിക്കളയുകയും ഒപ്പം തന്നെ താൻ കോടതിയിൽ എത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതായത് രാജ്യത്തിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. അതിനുവേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ രീതിയിൽ ഭീമമായ തുക ഈടാക്കേണ്ടി വരും. അതല്ല എങ്കിൽ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് അമേരിക്ക പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും നേരത്തെ തന്നെ US ഫെഡറൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ട്രംപ് ഈ നടപടി സ്വീകരിക്കുന്നത് 1977 എമർജൻസി എക്കോണമിക് ആക്ട് പ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചത്. പക്ഷേ ഈ ആക്ടിൽ ഏതെങ്കിലും രാജ്യത്തിന് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഏതെങ്കിലും രാജ്യത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്താം, പക്ഷേ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ അനിയന്ത്രണമായി ഒരു തരത്തിലും ഈ നികുതി അധിക തീരുവ വലിയ രീതിയിൽ ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ആക്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം. ആ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഫെഡറൽ കോടതി പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് US സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം വരുന്നത്. എന്തായാലും വളരെ കൂടുതൽ കാലങ്ങളെടുത്ത് വേണം ഇതിൻ്റെ വാദങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു അനുകൂല നിലപാട് അല്ല ട്രംപിന് മേൽ വരുന്നത് എങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യക്ക് മേലൊക്കെ വലിയ രീതിയിൽ അധിക തീരുവ ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ ഇതേ രീതിയിലുള്ള അധിക തീരുവ ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകുന്ന വിധി സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് US സംബന്ധിച്ച്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും, കനത്ത പ്രഹരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാലയളവിൽ, അതായത് ഈ അധിക തീരുവ ഏർപ്പെടുത്തിയ ആ കാലം തൊട്ട് ഇക്കാലം വരെ ഈ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള തുക അത് തിരിച്ചു നൽകണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇക്കാര്യങ്ങൾ അത് കൃത്യമായ വാദങ്ങളിലൂടെ മാത്രമേ ഇനിയൊരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും നാളെയും മറ്റന്നാളും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. അനുസരിച്ച് ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്തിൽ 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. പ്രവാസികൾക്കായി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതികൾ വിശദീകരിക്കുക, മലയാളി സമൂഹത്തെ നേരിൽ കാണുക എന്നിവയാണ് യാത്രയുടെ മുഖ്യ ലക്ഷ്യം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയിലെ 2871 SC വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ടാണ് നജീബ് കാന്തപുരം സർക്കാരിന്റേത് വെറും പ്രഖ്യാപനമാണെന്ന് ആരോപിച്ചത്. നിയോജക മണ്ഡലത്തിലെ 4676 SC കുടുംബങ്ങളിൽ 2871 വീടുകളിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത്. 348 സദ്ഗ്രാമങ്ങളിലായിരുന്നു പഠനം. ടോയ്ലറ്റ്, സാനിറ്റേഷൻ, ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ ഉപജീവനം, ആരോഗ്യം, മെഡിക്കൽ സപ്പോർട്ട് എന്നീ 4 മാനദണ്ഡങ്ങളായിരുന്നു സർവേയിൽ പരിഗണിച്ചത്. സർവേയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: 2871 കുടുംബങ്ങളിൽ 70 പേർക്ക് ടോയ്ലറ്റുകളില്ല. 2741 വീടുകളും മതിയായ സൗകര്യമില്ലാത്തവ. സ്ഥിര വരുമാനമില്ലാത്ത 1574 കുടുംബങ്ങളുണ്ട്. ആരോഗ്യമേഖലയിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത 2574 കുടുംബങ്ങൾ. മൊത്തം വീടുകളിൽ 93.7% BPL AAY കുടുംബങ്ങളാണ്. 10 കുടുംബങ്ങൾ അതിദരിദ്രർ. ഇവർക്ക് 200 രൂപ പോലും ദിവസ വരുമാനമില്ല. കേരളത്തിലെ ശരാശരി വരുമാനത്തിലും താഴെയണിവ എന്നും സർവേ. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാകുകയാണെങ്കിൽ അതിൻ്റെ മിനിമം പാരാമീറ്റർ ആയിട്ട് 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന്, എല്ലാവർക്കും വീടുണ്ടാവണം, എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാവണം, എല്ലാവർക്കും 200 രൂപയെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യം ഉള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം, ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാവണം. ഈ 4 പാരാമീറ്റർ ആണല്ലോ കേരളവും പറഞ്ഞത്. നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ അതിദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ആ മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ? ഉണ്ടാവില്ല. അതിദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കി എന്നതിന് സർക്കാർ വ്യക്തമായ മറുപടി പറയുന്നില്ല എന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. എന്തെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു സർക്കാർ ഇതിനുപയോഗിച്ചത്? എവിടെയെങ്കിലും സർവേ നടത്തിയിരുന്നോ? ആസൂത്രണ ബോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നിവർ ഈ സർവേയിൽ പങ്കാളികളായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇത് പഠനം നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ വെച്ച ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഡാറ്റ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിൻ്റെ ഞങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടും കേരളത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് ഗവൺമെൻറ് പാഠം പഠിക്കണം. ഈ ഡാറ്റ വെച്ച് ഗവൺമെൻറ് പഠിക്കണം. എന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലേക്ക് കാൽവെക്കണം. ആ പരിശ്രമത്തിലേക്ക് കാൽവെക്കണമെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിൻ്റെ പൈസ എടുത്ത് ഇവൻറ്റിൻ്റെ മാമാങ്കം നടത്തല്ല വേണ്ടത്. അത് അവർക്ക് എത്തിക്കാൻ, അർഹരായ മനുഷ്യർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. കുന്നുമ്മൽ സദ്ഗ്രാമത്തിലെ വീട്ടമ്മമാരെ ഒപ്പം നിർത്തിയായിരുന്നു MLAയുടെ വാർത്താ സമ്മേളനം. ഇവരുടെ എല്ലാം വീട് നിർമ്മാണം ഫണ്ടിന്റെ കുറവിനാൽ വർഷങ്ങളായി പൂർത്തിയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ MLAയുടെ കൂടെ നിന്നവർക്കെല്ലാം സർക്കാർ വീട് നൽകിയതാണെന്നും വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ടാണ് ഇവർ താൽക്കാലിക സ്ഥലത്ത് താമസിക്കുന്നതെന്നുമാണ് LDFന്റെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം ഇന്ന്. വാശിയേറിയ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 67% പേരാണ് വോട്ട് ചെയ്തത്. സെൻട്രൽ പാനലിലെ 4 പോസ്റ്റുകളിലേക്കും 18 വിഭാഗങ്ങളിലേക്കുമുള്ള കൗൺസിലർ പോസ്റ്റുകളിലേക്കുമാണ് മത്സരം നടന്നത്. സെൻട്രൽ കമ്മിറ്റിയിലേക്ക് 2 മലയാളികൾ ഉൾപ്പെടെ 20 പേരും കൗൺസിലർ പോസ്റ്റുകളിലേക്ക് 111 പേരുമാണ് മത്സരിച്ചത്. ഇനി കൗതുകമുണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാറിന്റെ കുളിർമ ആസ്വദിക്കാൻ ലോക സുന്ദരികൾ എത്തിയിരിക്കുകയാണ്. മൂന്നാർ വൈബ് റിസോർട്ടിലാണ് ലോകത്തിലെ 24 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരികൾ എത്തിയത്. കൊച്ചിയിൽ നടക്കുന്ന വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ മൂന്നാറിലെത്തിയത്. മൂന്നാറിന്റെ മനോഹാരിത ആസ്വദിച്ച് അവസാനഘട്ട പരിശീലനം പൂർത്തിയാക്കിയാണ് കൊച്ചിയിലേക്കുള്ള മത്സരാർത്ഥികളുടെ മടക്കം. വൈബ് റിസോർട്ടിൽ നടന്ന ക്രിസ്മസ് കേക്ക് മിക്സിംഗ് മേളയിലും മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യ, ന്യൂസിലൻഡ്, UAE, തായ്വാൻ, നേപ്പാൾ, അയർലൻഡ്, ഫ്രാൻസ്, കുവൈറ്റ്,
ചെക്ക് റിപ്പബ്ലിക്, UK, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ എത്തിയത്. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ മുന്നോടിയായാണ് കേക്ക് മിക്സിംഗ് മേള നടന്നത്. ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, ഓറഞ്ച് രുചിക്കൂട്ടുകൾ, സ്ട്രോബെറി, കിവി, ഗ്രീൻ ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി 30ഓളം പഴവർഗ്ഗങ്ങൾ, ഏലക്കായ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇഞ്ചി, ജാതിക്ക തുടങ്ങി 20ഓളം വരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്താണ് കേക്കിനാവശ്യമായ വസ്തുക്കൾ തയ്യാറാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ എത്തിച്ചത്. 1 വർഷത്തോളം ഇവ സംഭരിച്ചു വെച്ച ശേഷം അടുത്ത ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായാണ് കേക്ക് നിർമ്മിക്കുന്നതെന്ന് വൈബ് ചെയർമാൻ ഡോക്ടർ ജോളി ആന്റണി, ഓപ്പറേഷൻസ് മാനേജർ ജിയോ ജോർജ് എന്നിവർ പറഞ്ഞു. പെഗാസിസ് ഇവന്റ്സ് ഡോക്ടർ അജിത് രവിയുമായിട്ട് ചേർന്ന് ഇത് 3ാം പ്രാവശ്യമാണ് മിസ് ഗ്ലാം വേൾഡും അതുപോലെ തന്നെ മിസ് ഏഷ്യ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 15 to 20 രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ പ്രതിനിധികൾ, അവരുടെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരുന്ന പ്രതിനിധികൾ, അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തത്. ഇന്നത്തെ കേക്ക് മിക്സിംഗ് സെറമണി വളരെ ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഇവിടെ പങ്കെടുത്ത നമ്മളുടെ ഗസ്റ്റുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ മീഡിയ പ്രവർത്തകർക്കും എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. അവർക്കെല്ലാം ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന കേക്ക് മിക്സിംഗ് മേളയിൽ വിദേശികൾ അടക്കമുള്ളവർ പങ്കെടുക്കാറുണ്ട്. 1000ഓളം കേക്കുകളാണ് ഇവിടെ ഓരോ വർഷവും നിർമ്മിക്കുന്നത്. ഇത് തങ്ങളുടെ അതിഥികൾക്ക് സ്നേഹസമ്മാനമായി നൽകി വരുന്നതാണ് രീതി. ഡോക്ടർ അജിത് രവിയുടെ നേതൃത്വത്തിലുള്ള പെഗാസിസ് ഗ്ലോബൽ എന്ന ആഗോള കമ്പനിയാണ് വിശ്വസുന്ദരി മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 2 ദിവസം മത്സരാർത്ഥികൾ മൂന്നാറിലെത്തിയത്. ന്യൂസ് 18 മൂന്നാർ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് നിരവധി ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉള്ള ഒരിടമാണ്. പക്ഷേ പലപ്പോഴും അതൊന്നും കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ ഒരു വാർത്തയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കാസർഗോഡ് ഉക്കിനടുക്കയിലെ മഹാശിലാ സ്മാരകത്തിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാവുകയാണ്. കാര്യാടിൽ 2000 വർഷം മുൻപ് മഹാശിലാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ചെങ്കല്ലറയും പരിസരവും നിറയെ മദ്യക്കുപ്പികളാണ്. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന് സമീപം കാര്യാട് 2000 വർഷങ്ങൾക്ക് മുൻപ് മഹാശിലാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ചെങ്കല്ലറകളിലാണ് നിറയെ മദ്യക്കുപ്പികൾ തള്ളിയിട്ടുള്ളത്. 1.5 മീറ്റർ ആഴമുള്ള ചെങ്കല്ലറയുടെ മുകൾ ഭാഗം വരെ 100 കണക്കിന് മദ്യക്കുപ്പികളാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. പഠനാവശ്യാർത്ഥവും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചെങ്കല്ലറകൾ സന്ദർശിക്കാനായി എത്തുന്നത്. നാശോന്മുഖമായ ചരിത്രാവശേഷിപ്പ് സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ആ ചെങ്കല്ലറകളിൽ രണ്ട് രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒന്നിന്റെ രീതി നോക്കുകയാണെങ്കിൽ നിറയെ മദ്യക്കുപ്പികൾ ഇട്ടിട്ട് നിറഞ്ഞൊരു രീതിയിൽ വൃത്തികെട്ട രീതിയിലാണുള്ളത്. അതേസമയം മറ്റൊരു ചെങ്കല്ലറ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മിക്കുമ്പോൾ റോഡ് വീതി കൂട്ടുന്ന ഭാഗമായിട്ട് ആ ചെങ്കല്ലറക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വൈരുദ്ധ്യമായ രീതി ഇവിടെ കാണപ്പെടുമ്പോൾ തന്നെ ഒരു ചെങ്കല്ലറ നിറയെ മദ്യക്കുപ്പികളുള്ള ഒരു അവസ്ഥ മാറ്റുവാൻ വേണ്ടിയിട്ട് അധികൃത ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. സമീപത്തായി മറ്റൊരു ചെങ്കല്ലറ സംരക്ഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മെഡിക്കൽ കോളേജിനായി റോഡ് വീതി കൂട്ടിയപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്ന ചെങ്കല്ലറയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടാണ് സംരക്ഷിച്ചത്. ചരിത്ര സ്മാരകം നാടിന്റെ വികസനത്തോടൊപ്പം എങ്ങനെ സംരക്ഷിക്കാമെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികൾക്കൊപ്പം കാര്യാട് സന്ദർശിച്ചപ്പോഴാണ് അവഗണനയുടെ നേർചിത്രം പകർത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. മൂലമറ്റം പവർ ഹൗസ് 1 മാസത്തേക്ക് അടയ്ക്കും. അറ്റകുറ്റപ്പണികൾക്കായി നവംബർ 11 മുതൽ 1 മാസത്തേക്കാണ് പവർ ഹൗസ് പൂർണ്ണമായും അടയ്ക്കുന്നത്. ഇതോടെ ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഉണ്ടാവുക. വൈദ്യുതിയുടെ കുറവ് ഉൽപ്പാദനത്തിൽ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. സംസ്ഥാനത്തെ ആകെ വൈദ്യുതിയുടെ 1/3 ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമറ്റം പവർ ഹൗസിലാണ്. ജൂലൈയിൽ തീരുമാനിച്ചിരുന്ന അറ്റകുറ്റപ്പണി കനത്ത മഴയെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. പെൻസ്റ്റോക്ക് പൈപ്പുകളിലെ വാൽവുകളുടെ സീൽ മാറ്റുക ഉൾപ്പെടെയുള്ള ശ്രമകരമായ ജോലികളാണ് ഇക്കാലയളവിൽ പൂർത്തീകരിക്കാനുള്ളത്. മഴക്കാലമായതിനാലും വൈദ്യുതി ഉപഭോഗം കുറവായതിനാലും സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമമുണ്ടാകില്ലെന്നാണ് അധികൃതരുടെ നിഗമനം. അതേസമയം മഴ തുടരുന്ന സാഹചര്യമുണ്ടായാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് മാത്രമേ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഇതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഷട്ട്ഡൗണിന് വേണ്ടി. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ശക്തമായ മഴയും നമ്മുടെ നിലവിലുള്ള ഡാമിൻ്റെ റൂൾ കെയർവ് ആ സമയത്ത് താഴത്തെ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വർക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഈ നവംബർ 20 ആകുമ്പോഴത്തേക്ക് ഏകദേശം റൂൾ കെയർ എന്ന് പറയുന്നത് ഡാമിൻ്റെ ഒരു ഫുൾ ലെവലിലേക്ക് വരും. 2400 ഫീറ്റിലേക്ക് അടിയിലേക്ക് ഈ പറയുന്ന റൂൾ കെയർ വരും. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്തേക്ക് 30 ദിവസത്തെ ഷട്ട്ഡൗണിലേക്ക് നമ്മൾ ഈ വർക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മൂലമറ്റം പവർ ഹൌസിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളം കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിർത്തുകയും ശക്തമായ മഴ തുടരുകയും ചെയ്താൽ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. എന്നാൽ നിലവിലെ വൈദ്യുതി ഉപഭോഗമനുസരിച്ച് പ്രതിസന്ധിയുണ്ടാകില്ലെന്ന് KSEB അറിയിച്ചു. പ്രതിസന്ധിയുണ്ടായാൽ നേരത്തെ വൈദ്യുതി വിറ്റ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി എത്തുന്നതോടെ ഇത് പരിഹരിക്കപ്പെടും. നവംബറിൽ സാധാരണഗതിയിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നും KSEB കണക്കുകൂട്ടുന്നു. ന്യൂസ് 18 ഇടുക്കി. 5 പതിറ്റാണ്ടിന്റെ ചരിത്രവുമായി പട്ടാമ്പി കോളേജ് ഷൊർണൂർ റോഡ് ബൈപ്പാസ് ഇനി മുതൽ NCC റോഡ് എന്നറിയപ്പെടും. 1966 പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പാതയാണ് ഇപ്പോൾ ബൈപ്പാസ് റോഡായി വികസിപ്പിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റോഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് NCC റോഡെന്ന് നാമകരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പ്രഖ്യാപനം നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്റ്റോപ്പും ഷൊർണൂർ റോഡും ബന്ധിപ്പിച്ചുള്ള ലിങ്ക് റോഡിനാണ് പുതിയ പേര് നൽകിയത്. ഈ റോഡ് ഇനി മുതൽ NCC റോഡ് എന്ന് അറിയപ്പെടും. 1966 പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC കേഡറ്റുകളാണ് റോഡാക്കി മാറ്റിയത്. അന്ന് റോഡ് വെട്ടുന്നതിൽ പങ്കാളികളായ കോളേജിലെ NCC കേഡറ്റുകളും അലുമിനി അംഗങ്ങളും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇതിന് NCC റോഡ് എന്ന് പേര് നൽകിയത്. 1966 NCC കേഡറ്റ്സും ഇവിടുത്തെ ഓഫീസറും ഇവിടുത്തെ പ്രിൻസിപ്പലും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇതിനെ നടക്കാവുന്നൊരു വഴിയാക്കിയിട്ട് ഒരു 6 അടി വീതിയുള്ള ഒരു റോഡാക്കിയിട്ട് ഞങ്ങൾ അന്ന് മാറ്റണ്ടായി. പാലക്കാട് ഷൊർണൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ റോഡ് ഏറെ പ്രയോജനകരമാണ്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ അധികം ചുറ്റി മറ്റൊരു ബസ് കയറി വേണം വിദ്യാർത്ഥികൾ കോളേജിലെത്താൻ. ഏതായാലും അത് ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അന്നത്തെ ഇതിന്റെ തുടക്കം കുറിച്ച് ഞങ്ങളാണ്. NCC റോഡ് പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. വാർത്തയിലേക്ക് തിരികെ വരുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മുന്നേറ്റം നടത്തിയാണ് സെഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് നടന്നു കയറിയത്. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് 34-കാരനായ സെഹ്റാൻ മംദാനി. തെറ്റിയില്ല. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി സെഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മാത്രമല്ല, ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ സൗത്ത് ഏഷ്യൻ വംശജൻ, ആദ്യ റാപ്പ് ഗായകൻ, ആദ്യ സോഷ്യലിസ്റ്റ് എന്നീ പ്രത്യേകതകളും മംദാനിക്കുണ്ട്. ആഫ്രിക്കയിൽ ജനിക്കുന്ന ആദ്യ ന്യൂയോർക്ക് മേയർ കൂടിയാണ് അദ്ദേഹം. ആദ്യമായാണ് ഇത്ര പ്രായം കുറഞ്ഞ ഒരാൾ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 34 വയസ്സ് മാത്രം പ്രായമുള്ള സെഹ്റാൻ മംദാനി വലിയ ഡിജിറ്റൽ ക്യാമ്പയിനാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയത്. ജെൻസി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണവും മംദാനിക്ക് വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി നടത്തി. ഇതിന്റെ എല്ലാം ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ച വൻ വിജയം. 50% വോട്ട്. അതായത് ആദ്യഘട്ട വിലയിരുത്തൽ അനുസരിച്ച് 10,35,646 പേരാണ് മംദാനിക്ക് വോട്ട് ചെയ്തത്. എതിർ സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് മേയർ ആൻഡ്രൂ കുമോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ആകെ 41% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കർട്ടിസ് സിൽവ എന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും മംദാനിയെ പരാജയപ്പെടുത്താൻ ശക്തനായ ആൻഡ്രൂവിന് വേണ്ടി മുണ്ടുമടക്കി ഇറങ്ങിയിട്ടും ട്രംപിന്റെ സ്വപ്നങ്ങൾ കപ്പൽ കയറി. അവസാനം അഭിപ്രായ സർവേകളെല്ലാം എതിരായപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ മംദാനി ജയിച്ചാൽ ന്യൂയോർക്കിനെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാണെന്നും താൻ എല്ലാ ഫെഡറൽ സഹായങ്ങളും നിർത്തിവെക്കുമെന്നുമുള്ള ഭീഷണി. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി മുഴക്കിയും പലസ്തീൻ ജനതയെ അനുകൂലിച്ചുമായിരുന്നു സെഹ്റാൻ മംദാനിയുടെ പ്രസംഗങ്ങൾ. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം ന്യൂയോർക്ക് വൈവിധ്യങ്ങളുടെ നഗരമാണെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ
കറുത്ത വംശജരും മുസ്ലിം മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ മംദാനിക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. എന്തിന് ജൂതവിരുദ്ധനെന്ന് റിപ്പബ്ലിക്കൻസ് മുദ്രകുത്താൻ ശ്രമിച്ചിട്ടും ജൂത വംശജരും മംദാനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് ഇവിടത്തെ അത്ഭുതം. യുവാക്കളുടെ വലിയ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകളും പിന്തുണച്ചത് ഈ സോഷ്യലിസ്റ്റ് നേതാവിനെ തന്നെ. തീവ്ര ഇടതുപക്ഷ നയങ്ങളായിരുന്നു മംദാനിയുടെ വാഗ്ദാനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഭീമമായ വീട്ടുവാടക തുക ഫ്രീസ് ചെയ്യും, സൗജന്യ ബസ് യാത്ര അനുവദിക്കും, മണിക്കൂറിലെ മിനിമം വേതനം $30 ആക്കും, സർക്കാർ നിയന്ത്രിത ന്യായവില ഗ്രോസറി സ്റ്റോറുകൾ സ്ഥാപിക്കും, സൗജന്യ ഡേ കെയർ സംവിധാനങ്ങൾ കൊണ്ടുവരും, കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കും എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളിൽ പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടിയ വാഗ്ദാനങ്ങൾ. സാധാരണക്കാരായ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ന്യൂയോർക്ക് നഗരത്തിന് മംദാനിയുടെ വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളി. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി തൻ്റെ വിജയപ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പറഞ്ഞ വാക്കുകളും കോട്ട് ചെയ്തിരുന്നു. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ യുഗം അവസാനിക്കുമ്പോൾ വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദം ഉയരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷമാണിത്. ഇതായിരുന്നു ആ വാക്കുകൾ. ന്യൂയോർക്ക് നഗരം കുടിയേറ്റക്കാരാണ് പടുത്തുയർത്തിയത്. ഇത് കുടിയേറ്റക്കാരുടെ നഗരമാണ്. ഇനി ഇവിടെ നയിക്കാൻ പോകുന്നതും ഒരു കുടിയേറ്റക്കാരനായ ഞാനാണ്. മംദാനിയുടെ ഈ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് അനുയായികൾ വരവേറ്റത്. ന്യൂയോർക്ക് will remain a city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. 2018 സൊഹ്റാൻ മംദാനിക്ക് അമേരിക്കൻ പൗരത്വം പോലും ലഭിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുരോഗമന ആശയങ്ങളിലൂന്നിയുള്ള പ്രചാരണം വിജയം കണ്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ന്യൂയോർക്ക്. തൻ്റെ പേര് ബാലറ്റിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഷട്ട്ഡൗണും തോൽവിക്ക് കാരണമായതായാണ് ട്രംപിൻ്റെ ന്യായീകരണം. സൊഹ്റാൻ മംദാനി മാത്രമല്ല അമേരിക്കയിൽ ജയിച്ച ഒരേയൊരു മുസ്ലിം സ്ഥാനാർത്ഥി. വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഇന്ത്യൻ വംശജയായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗസാല ഹാഷ്മിയും വിജയം തൊട്ടു. അമേരിക്കയിൽ ആദ്യമായാണ് ഒരു മുസ്ലിം സ്ത്രീ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വെർജീനിയയിലും ഡിട്രോയിറ്റിലും ആദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികളും ഈ മേയർ തെരഞ്ഞെടുപ്പിൽ US-ൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അബിഗേൽ സ്പാൻസർബർഗ്, മേരി ഷെഫീൽഡ് എന്നീ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളാണ് ചരിത്രം തിരുത്തിയത്. ന്യൂജേഴ്സി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിനും വിജയിച്ചു. ഇത്തരത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ വ്യാപകമായാണ് US-ൽ വിജയിച്ചത്. ഇത് ട്രംപിനെ സംബന്ധിച്ച് തിരിച്ചടിയും നാണക്കേടുമാണ്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് 11ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബദ്രീനാഥ് ന്യൂസ് 18 കേരളം സീനിയർ ആങ്കറായ അശ്വതിയുടെയും രതീഷിന്റെയും മകനാണ് ബദരി. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബദരി. ബദരിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. വർക്കല സ്വദേശി സൗമ്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്നലെയായിരുന്നു പിറന്നാൾ. കാനഡയിലാണ് സൗമ്യയും കുടുംബവും ഉള്ളത്. ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന കുടുംബമാണ്. സൗമ്യയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.